സത്യസന്ധമായും വസ്തുനിഷ്ഠാപരമായും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച തൃക്കാക്കര ACP മനോജ് സാറിനോടുള്ള നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഇത്തരം ഒരു ചെറിയ കാര്യത്തിന് കേരളത്തിൽ ഇപ്പം പുതിയ മന്ത്രിസഭ അധികാരത്തിലേറിയിട്ടേ ഉള്ളൂ. നമ്മളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, DGP ഇവരുടെയൊക്കെ വിലപ്പെട്ട സമയം ഇത്തരത്തിലൊരു അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതിൽ ഞാൻ കൂടി പങ്കാളിയാകേണ്ടി വന്നതിലുമുള്ള ക്ഷമയും കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹലോ, അപ്പോൾ ഈ ഒരു പരാതി ഫേക്കാന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. പരാതി ഫേക്ക് ആണെന്ന് വന്നിട്ടില്ല. ഐ മീൻ അൻസിബ് കൊടുത്തിരുന്ന പരാതി തള്ളിപ്പോയിട്ടുണ്ട്. അപ്പം താങ്കളെ തകർക്കാനുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഐ മീൻ അൻസിബ വിചാരിച്ചാൽ തകർന്നു പോകുന്ന ഒരാളല്ല ലക്ഷ്മിപ്രിയ. പക്ഷേ അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ഓൾസോ അതായത് ഞാൻ പരാതിയായിട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്, ഇതിൻ്റെ കാര്യം ഒന്ന് അന്വേഷിച്ച് പറയണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ കൊടുത്തത് ഒരു ഗൗരവമുള്ള പരാതിയാണെന്നും ഇത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് പരിഹരിക്കാവുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലേക്ക് പോയതും കംപ്ലൈൻറ്റ് കൊടുത്തതും. അല്ലാതെ എൻ്റെ പരാതി ഒരു കാര്യഗൗരവമുള്ള പരാതിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഒരു പരാതി എങ്ങനെയാണ് വ്യാജമാകുന്നത്? എങ്ങനെയാണ്? ഒന്നുകിൽ നമ്മൾ അവരെ പറ്റി അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യതയില്ലാത്തതും അവ്യക്തമായതുമാവണം, അല്ലെ, വ്യാജമായതാവണം. ഇത് രണ്ടും ഇല്ലല്ലോ. എനിക്ക് എന്താണോ വന്നിട്ടുള്ളത്, അൻസിബയിൽ നിന്നും എനിക്ക് എന്താണോ നേരിട്ടിട്ടുള്ളത്, ആ കാര്യം വെറും 4 വരിയിൽ ഞാൻ പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മുൻപ് ഞാൻ പ്രസ് മീറ്റിൽ പറഞ്ഞതുപോലെ അതിനൊരു പരാതിയായിട്ട് പോലും പറയാൻ പറ്റില്ല. എൻ്റെ ഒരു വിഷമം, എനിക്ക് അതുകൊണ്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ, അത് മാത്രമേ ഞാൻ എൻ്റെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനെ ഗൗരവപൂർണ്ണമായിട്ട് എടുക്കണമെന്നോ ചർച്ച ചെയ്യപ്പെടണമെന്നോ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ സംഘടനയിൽ പോലും ഞാനത് പറയാതിരുന്നത്. തീർച്ചയായിട്ടും ഞാൻ സംശയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതായത് ഇത് എന്നോ കഴിഞ്ഞു പോയി, പരസ്പരം രണ്ടുപേരും ഷേക്ക് ഹാൻഡ് കൊടുത്ത് പോയ ഒരു കാര്യമാണ്. ക്ഷമ പറയുന്നുണ്ടോ എന്നൊരു ചോദ്യം മാത്രമാണ് നമ്മുടെ തൃപ്പൂണിത്തുറ വനിതാ സെൽ SI രേഷ്മ മാഡത്തിൻ്റെ ഭാഗത്ത് നിന്ന് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത്. ആകെ 20 മിനിറ്റ് സമയം മാത്രമാണ് അൻസിബയും ഞാനും എല്ലാവരും കൂടി ഒരുമിച്ച് മാഡവും ഒക്കെ കൂടി ഇരുന്ന് സംസാരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ അൻസിബയുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും അൻസിബ പറഞ്ഞ മാതിരി റിപ്പോർട്ട് തയ്യാറാക്കാം എന്ന് പറയുകയും ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ്. ബാക്കി 35 മിനിറ്റ് 20 സെക്കൻഡ് സമയത്തോളം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുകയാണ് ചെയ്തത്. അത് വിലപ്പെട്ട റെക്കോർഡായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. നമ്മളുടെ നിരപരാധിത്വം അതിൽ തെളിയിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് എന്നോ കഴിഞ്ഞ ഒരു കാര്യമാണ്. ജനുവരി 30 കഴിഞ്ഞതാണ്. എന്നിട്ട് മെയ് പകുതിയോട് കൂടിയിട്ട് പുതിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പൊതു സമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിൽ വലിയൊരു വിവാദമാക്കി കൊണ്ടുവന്നതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും കൃത്യമായ അജണ്ടയുണ്ട്. അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അൻസിബ കോടതിയെ സമീപിച്ചോട്ടെ, പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എൻ്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്, അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. കാരണം ഞാൻ വളരെ നിസ്സാരമായിട്ട് രണ്ടുപേര് തമ്മിൽ ഫോണിൽ 2 മിനിറ്റിൽ ഫോണിൽ തീരുമായിരുന്ന ഒരു പരാതി, ഒരു കാര്യം മോൾ എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ഫോണിലേക്ക് അയച്ചു എന്ന് ചോദിക്കുമ്പോൾ 2 മിനിറ്റിൽ അത് പറഞ്ഞു തീർക്കാമായിരുന്ന ഒരു കാര്യം പറയാനോ എനിക്ക് കൃത്യമായിട്ടൊരു ആൻസർ തരാനോ തയ്യാറാകുന്നില്ല. 1 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടി വന്നത്. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന അൻസിബ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ സംഭവമാക്കി എൻ്റെ പ്രതിച്ഛായയെ ഇകഴ്ത്തുന്ന വിധത്തിൽ, എന്നിലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ, എന്തിന് 10 വയസ്സുള്ള എൻ്റെ മകൾക്ക് ഏകദേശം എൻ്റെ പൊക്കമുണ്ട്, എൻ്റെ പൊക്കമുള്ള എൻ്റെ മകളെയും കൂടി അധിക്ഷേപിച്ചുകൊണ്ട് ആ കുട്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. തൃപ്പൂണിത്തുറ വനിതാ SIയുടെ മേശപ്പുറത്ത് ഇതേ മീഡിയാസ് നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേശപ്പുറത്ത് കയറി ഇരുന്ന് കളിച്ചു എന്ന് വരെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചു
സൂചിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എനിക്കെതിരെ വളരെ മോശമായിട്ട് ആ കുട്ടിയോട് പറഞ്ഞു എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ അധിക്ഷേപങ്ങളും ഞാൻ എല്ലാ മീഡിയയുടെയും റിപ്പോർട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ നാളെ തന്നെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. എൻ്റെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്. അദ്ദേഹം മുഖാന്തരം ഞാൻ 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കും. അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ശരിക്കും അൻസിബയുടെ പ്രശ്നം ട്രിഗർ ആവുന്നത് ഞങ്ങൾ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിന്റെ, ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടന, ഞങ്ങളുടെ സഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതിയാണ്. നമ്മുടെ കേരള സമൂഹം അമ്മ വലിയ ഫണ്ട് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ എന്തിനു ഫണ്ട് സ്വീകരിച്ചു എന്നുള്ളത് എവിടെയും പറയാത്തത് കൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്. സഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതി ഞങ്ങളുടെ ലൈഫ് ഡിസീസിനും അല്ലാതെയും മരുന്ന് കഴിക്കുന്ന അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിസിൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പദ്ധതിയാണ് സഞ്ജീവനി പദ്ധതി. അമ്മ എന്ന് പറയുന്നത് പ്യോർലി ഒരു ചാരിറ്റബിൾ സംഘടനയാണ്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏത് ട്രസ്റ്റിൽ നിന്നും പണം സ്വീകരിക്കാനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിന്റെ ഫണ്ട് സ്വീകരിച്ചു എന്നതാണ് അൻസിബെ ആദ്യം ട്രിഗർ ചെയ്ത കാര്യം. അത് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോണിൽ ഞാനത് പോലീസ് ഓഫീസേഴ്സിനും കൊടുത്തിട്ടുണ്ട്. അൻസിബ ഒരു മതചിഹ്നം അവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനുവരി 14 അൻസിബ അയച്ചിട്ടുള്ള സകല വോയിസ് മെസ്സേജസും ഞാൻ തൃക്കാക്കര ACPക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ അൻസിബയുടെ പ്രശ്നം ഒരു മതചിഹ്നം അവിടെ വരാൻ പാടില്ല. അമ്മ എന്ന് പറയുന്നത് കലാകാരന്മാരുടെ സംഘടനയാണ് അല്ലേ? ഞങ്ങൾക്ക് എന്ത് ജാതി, ഞങ്ങൾക്ക് എന്ത് മതം, ഞങ്ങൾക്ക് മുസ്ലിം സംഘടന ഫണ്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും, ക്രിസ്ത്യൻ സംഘടന ഫണ്ട് തന്നാലും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും, പിന്നെ അതേപോലെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഫണ്ടും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. പക്ഷെ ആ ഫണ്ട് എന്ന് പറയുന്നത് വൈറ്റ് മണി ആയിരിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൂ. അപ്പോൾ അന്ന് മുതൽ അൻസിബയ്ക്ക് പ്രശ്നം തുടങ്ങിയാണ്. അന്ന് എൻ്റെ പേര് അൻസിബ ഹസൻ എന്നായത് കൊണ്ട് എന്ന് പറഞ്ഞ് സംസാരിച്ച അൻസിബ അതേ വാക്കുകൾ തന്നെയാണ് ഈ മെയ് പകുതിയോട് കൂടിയിട്ട് ഇതേ മീഡിയാസിന്റെ മുന്നിൽ വന്നു നിന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന് മുന്നിൽ കൃത്യമായ അജണ്ടയും മതവർഗീയവാദികളും അതിന്റെ പിന്നിലുണ്ട്, വർഗീയ ശക്തികളും ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അന്ന് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആരോപണങ്ങളൊക്കെ മറ്റൊരു സ്ഥലത്തും ഉന്നയിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതിനെയും ഇതിനെയും കൂടി, അതായത് ഞാൻ കേസ് കൊടുത്തത് ഡിസംബർ 10 ആണല്ലോ. ആ ഡിസംബർ 10 ഞാൻ കേസ് കൊടുക്കുന്ന സമയത്ത് ആദ്യം അൻസിബ പറഞ്ഞത് ഡിസംബർ 10 എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഞാൻ പരാതി കൊടുക്കുന്നത് ജനുവരി 22 അപ്പൊ എനിക്കൊന്ന് ജനുവരി ആദ്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ വരുന്നതും അൻസിബ ആ ഓഫറിനെ എതിർക്കുന്നതും. അപ്പോൾ എതിർത്തതിന് ശേഷം അൻസിബ ആദ്യം ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത് ക്ഷേത്ര കമ്മിറ്റിയും ഈ ഫണ്ടിനെ എതിർക്കുന്നത് കൊണ്ട് BJPയിലുള്ള പാർട്ടി പ്രവർത്തകരും പിന്നെ എന്താ പറയുക ക്ഷേത്രത്തിന്റെ ആൾക്കാരും ക്ഷേത്രം ഭാരവാഹികളും ശ്വേത മേനോൻ എന്ന് പറയുന്ന ഞങ്ങളുടെ അമ്മയുടെ പ്രസിഡന്റും ഞാനും ചേർന്നുകൊണ്ട് അൻസിബയ്ക്കെതിരെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നു. ആ പരാതി അമ്മ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിക്കണം എന്നായിരുന്നു അൻസിബയുടെ ആദ്യത്തെ ആരോപണം. ജനുവരി 14 ഞങ്ങൾക്ക് അയച്ച, ജനുവരി 22 ശേഷം അയച്ച മെസ്സേജ് അങ്ങനെയാണ്. അപ്പം ആ മെസ്സേജിൽ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട്, മോൾ ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ സമൂഹത്തിൽ വലിയ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ട് അത്തരം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും എൻ്റെ പരാതിയിലില്ല. എൻ്റെ പരാതി വെറും 4 വരികയേ ഉള്ളൂ. നീ അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കൂ എന്ന് ഞാൻ പറഞ്ഞാണ്. അന്ന് ആ കുട്ടി എന്ത് വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ അത് തന്നെയാണ് ഇന്ന് ഈ മെയ് പകുതിയോട് കൂടിയിട്ടും ഇതേ ചാനലുകളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് അൻസിബ പറയുന്നത്. അതിൽ നിന്ന് തന്നെ എനിക്ക് ഉറപ്പാണ് അത് തന്നെയാണ് അൻസിബയുടെ പ്രശ്നം. തെളിവുകളെല്ലാം കൊടുത്തിട്ടുണ്ട്, തെളിവുകളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പോലീസിന്. അന്ന് എന്തൊക്കെയാണോ ടൈപ്പ് ചെയ്തിട്ട് അയച്ചത് ഇതൊരു കരുതി കൂട്ടിയിട്ട് ഇത് വേണം എന്ന് വെച്ചിട്ട് തന്നെ ചെയ്തതാണ്. പിന്നിലുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആണ് എന്ന് ഞാൻ പറയുകയല്ല, എന്റെ സംശയം അതാണ്. ആണ് എന്ന് ഞാൻ പറയുന്നില്ല, ആണ് എന്ന് ഞാൻ കൃത്യമായിട്ടും ബലമായി സംശയിക്കുന്നു. കാരണം ഇല്ലെങ്കിൽ ഇതൊരു കരുതി കൂട്ടിയുള്ള ഒരു പ്ലാനിങ് ആണ്. അമ്മ എന്ന് പറയുന്ന ഞങ്ങളുടെ ഓർഗനൈസേഷനെ തകർക്കണം, ഞങ്ങൾ കുറച്ച് മനുഷ്യരെ ബലിയാടാക്കണം, ഒന്നും അറിയാത്ത ഞങ്ങളുടെ അംഗങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിടുന്ന കാര്യങ്ങളാണ്. നമ്മൾ കൃത്യമായിട്ട് കാണാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. വെറുതെ ഒരു ആരോപണമല്ല എന്ന് ഞാൻ സംശയിക്കുന്നു. എനിക്ക് സംശയിച്ചുകൂടെ? എന്റെ സംശയമാണ് ഞാൻ പറയുന്നത്. ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. വിഷയത്തിൽ എതിർപ്പ് ഉന്നയിക്കുമ്പോൾ അയാളെ വർഗീയവാദിയായിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് ചിത്രീകരിച്ച് പറയല്ലോ വേണ്ടത്.
അതിനോടനുബന്ധിച്ചുള്ള ഞങ്ങൾക്ക് വന്നിട്ടുള്ള മെസ്സേജുകളും വോയിസ് മെസ്സേജസും കാര്യങ്ങളും എല്ലാം തന്നെ എൻ്റെ ഫോണിലുണ്ട്. ഇതെല്ലാം ഞാൻ തൃക്കാക്കര ACPക്ക് കൈമാറിയിട്ടുമുണ്ട്. അത് എൻ്റെ സംശയത്തെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാദമുഖങ്ങളെല്ലാം തന്നെ അതിനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ സംശയിക്കുന്നു. അത് വേണ്ട എന്ന് പറയുന്നു. മതസംഘടന ഫണ്ട് വാങ്ങണ്ട എന്നുള്ളതാണ് അൻസിബിയുടെ നിലപാടെന്നാണ് അൻസിബ് പുറത്തു വന്നിട്ടുണ്ടായത്. ഒരു മതസംഘടന അത് വാങ്ങും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിനുള്ള ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ പറയൂ. പറയട്ടെ. അപ്പോൾ വെണ്ണൂർ ക്ഷേത്രത്തിന്റെ ഫണ്ട് എന്തുകൊണ്ട് എതിർത്തു എന്ന് ചോദിക്കുമ്പോൾ അൻസിബ് പറയുന്നത് ഇപ്പോൾ വെണ്ണൂർ ക്ഷേത്രം അടുത്ത വർഷം ഒരു പള്ളി തീർച്ചയായിട്ടും സ്വീകരിക്കും. അങ്ങനെ വരും. അപ്പൊ അതൊരു അങ്ങനെ മതസംഘടനകളുടെ പ്രാതിനിധ്യം വേണ്ട എന്നൊരു നിലപാട് കൊണ്ടാണ് ഞാൻ അതായത് ഒരു മതചിഹ്നം വരാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ട് അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഒരു കുരിശ് അവിടെ വന്നാൽ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ പേര് വന്നാൽ എന്താണ് പ്രശ്നം? സോറി, അത് അവര് മാത്രമല്ല അങ്ങനെ ഒരു അഭിപ്രായം ഉന്നയിച്ച വ്യക്തി. അവർക്കെതിരെ അവർ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? പ്രധാനമായിട്ടും അവർക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതി വ്യാജ പരാതിയാണ്. സന്തോഷ് കീഴാറ്റൂർ എടുത്തിട്ടുണ്ട്, സിജോയ് വർഗീസ് എതിർത്തിട്ടുണ്ട്. അവരുടെ ഒന്നും പേരിലെങ്കിലും ഒരു കേസ് വന്നിട്ടില്ലല്ലോ. സഹോദര, ഈ വാക്ക് ഞാൻ പറഞ്ഞതല്ല, ഇത് അൻസിബ പറഞ്ഞ വാക്കുകളാണ്. ഈ രണ്ടുപേരല്ല, ഇല്ല ഇല്ല, കാരണം അവരാരും ഇത്തരം ആരോപണങ്ങൾ പറഞ്ഞിട്ടില്ല. അൻസിബ എന്താണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് മീഡിയയുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അൻസിബയ്ക്കെതിരെ ഞാൻ കൊടുത്ത കേസ് ഇതുമായിട്ട് കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് അൻസിബ ആദ്യം പറഞ്ഞത്. അമ്മ ഒരു കമ്മീഷനെ വെക്കണമെന്നും ഇതിന്റെ പിന്നിൽ ഇത്തരം ശക്തികളാണെന്നും അൻസിബയാണ് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളാരും പറഞ്ഞതല്ല. മനസ്സിലായില്ലേ? അല്ല അല്ല, അൻസിബ ഞാൻ കൊടുത്ത കേസിനെതിരെ അൻസിബ ആദ്യം പറഞ്ഞത് ഇതിന്റെ പിന്നിൽ എന്താ പറയാ, വെണ്ണല മഹാദേവ ക്ഷേത്രത്തിന്റെ ഫണ്ടിനെ എതിർത്തത് കൊണ്ട് ഞാനും ഞങ്ങളുടെ അമ്മയുടെ പ്രസിഡന്റായ ശ്വേതാ മേനോനും ഈ ക്ഷേത്രം ഭാരവാഹികളും ചേർന്ന് ഞാൻ അൻസിബയ്ക്കെതിരെ വ്യാജ പരാതി കൊടുത്തു എന്നാണ് അൻസിബയുടെ ആദ്യത്തെ ആരോപണം ഉണ്ടായിരുന്നത്. നിങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് കേൾക്കുന്നില്ല. ഇതാണ് ആദ്യമേ അൻസിബ പറഞ്ഞിരുന്നത്. എന്നിട്ട് അൻസിബ എന്താ പറഞ്ഞത്? ഇതിനെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മ ഒരു കമ്മീഷനെ വെക്കണം എന്നതായിരുന്നു അൻസിബ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇത് തികച്ചും രണ്ടു പേർ തമ്മിലുള്ള വ്യക്തിപരമായ ഒരു പ്രശ്നം മാത്രമാണ്. ഇതിന്റെ പിന്നിൽ വേറെ അജണ്ടയോ വേറെ കാര്യങ്ങളോ ഞങ്ങളുടെ പ്രസിഡന്റോ ക്ഷേത്രമോ ഒന്നും ഇല്ല എന്ന് ഞാൻ പറയുകയാണ്. അതേ ദിവസം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ, അവിടെ മതചിഹ്നം വരാൻ പാടില്ല, മതചിഹ്നം വന്നാൽ എന്ത് സംഭവിക്കാനാണ് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക്? അവിടെ എല്ലാ ജാതി മതമില്ലാത്ത മതേതരമായിട്ടുള്ളൊരു സംഘടനയാണ് അമ്മ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. അവിടെ ഏത് മതത്തിന്റെയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് മണി വന്നാൽ സ്വീകരിക്കാം. നമ്മൾ നിയമപരമായിട്ടുള്ള നിയമവശങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ആ ഫണ്ട് സ്വീകരിച്ചത്. അത്തരം മീറ്റിങ്ങുകളൊന്നും അൻസിബ അന്ന് ഹാജരായിരുന്നില്ല നിർഭാഗ്യവശാൽ. ഓക്കെ, അതിനൊക്കെ ശേഷം നമ്മൾ SC പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അൻസിബ ഇത്തരം കാര്യങ്ങൾ അൻസിബയാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദര, അതായത് എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, ഞാൻ ഇതിന്റെ ആൻസർ ചോദിക്കുന്നു, പല രീതിയിലും ഞാൻ ചോദിക്കുന്നു, ആൻസർ പറയാനായിട്ട് തയ്യാറാവുന്നില്ല. പിന്നെ ഞാൻ എന്തു വേണമായിരുന്നു? എനിക്കതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പ്രശ്നങ്ങൾ നീതിയുക്തമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഇടം എന്ന രീതിയിലാണ് ഞാനൊരു പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുത്തതും ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തതും. അതിനെ ഒരു പരാതി എന്ന് പോലും പറയാനായിട്ട് പറ്റില്ല. എനിക്ക് വിഷമം, എനിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല, അത് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പോഴും എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. എന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടമല്ല അമ്മ എന്ന് പറയുന്ന സംഘടനയും അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും. അൻസിബ ഇപ്പോൾ നിലവിലെ കമ്മിറ്റിയിലും സഹകരിക്കുന്നില്ല എന്നാണല്ലോ പറയുന്നത്. ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയിരിക്കുന്നതുകൊണ്ട് ഈ ശ്വേതാ മേനോനുമായിട്ടുള്ള പ്രശ്നങ്ങളാണോ നിലവിലുള്ള പ്രശ്നത്തിന് കാരണം? എന്താ മനസ്സിലായില്ല? ശ്വേതാ മേനോനുള്ള കമ്മിറ്റിയിൽ മൊഴി നൽകാൻ വരില്ല എന്നാണല്ലോ അൻസിബ ഇപ്പോഴും പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്വേതാ മേനോൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു ശ്വേതാ മേനോൻ ഉൾപ്പെടെയാണ് വെണ്ണല ക്ഷേത്രം കൊണ്ടുവന്നതെന്നാണ് അൻസിബ നേരത്തെ പറഞ്ഞത്. അതെ അതെ, ആദ്യത്തെ അൻസിബയുടെ ആരോപണങ്ങൾ അങ്ങനെയായിരുന്നു. ഈ ജിഹാദി, മതം, വർഗീയത, തീവ്രവാദം തുടങ്ങിയ വാക്കുകളെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തി അൻസിബയാണ്. അതിന്റെ എല്ലാ പ്രൂഫ്സും ഞാൻ ബഹുമാനപ്പെട്ട ACP മനോജ് സാറിന് കൈമാറിയിട്ടും ഉണ്ടായിരുന്നു.
അല്ല, അപ്പൊ ഈ ശ്വേതാ മേനോനായിട്ട് എന്താണ് അൻസിബയുടെ പ്രശ്നം എന്താണ്? ശ്വേതാ മേനോൻ അന്ന് ഈ പ്രശ്നത്തിനെ എന്താ പറയാ അവരുടെ കൂടെ നിന്നില്ല എന്ന് തോന്നലായിരിക്കാം. അതെങ്ങനെയാണ് ഇപ്പോഴും രണ്ടു പേര് തമ്മിലുള്ള ഒരു പ്രശ്നം എങ്ങനെയാണ് അമ്മ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഈ മതപരമായ സ്ഥാപനത്തിന്റെ ഫണ്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന് അമ്മയുടെ ബൈബിളിൽ അത്തരം വാചകങ്ങൾ ഞാൻ അമ്മയുടെ ബൈലോയിൽ ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. നമ്മൾ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് എന്ന് വിചാരിച്ച് 17 അംഗ കമ്മിറ്റി കൂടി എടുത്ത തീരുമാനമല്ലാതെ നമുക്ക് നിയമവിദഗ്ധരുണ്ട്. ഞങ്ങളുടെ അമ്മയിൽ തന്നെ ഞങ്ങൾക്ക് ലോയേഴ്സ് ഉണ്ട്. അവരെ അതിൻ്റെ കാണിച്ചു കൊടുത്ത് എഗ്രിമെന്റുകൾ പരസ്പരം വായിച്ചു നോക്കി നിയമപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന രീതിയിൽ തന്നെ ഡൊണേഷൻ ആയിട്ടാണ് ഞങ്ങൾ ഈ ഫണ്ട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം മതപരമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിച്ചുകൂടാ എന്നത് ഞാൻ എവിടെയും ബൈലോയിൽ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ വായിച്ചിട്ടില്ല അത്തരം ഒരു ബൈലോ. എതിർത്തതും എതിർക്കാത്തതും ഒക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതാണ് ഞാൻ പറയുന്നത്. അൻസിബ മാത്രമല്ല അതിനെ എതിർത്തിട്ടുള്ളത്, അതിനെ എതിർത്തിട്ടുള്ള വേറെയും ആൾക്കാരുണ്ടായിരുന്നു. അവർക്കെതിരെ ഒന്നും ഇതുപോലൊരു കേസോ കംപ്ലൈന്റോ വന്നിട്ടില്ല. അൻസിബ എൻ്റെ ഫോണിലേക്ക് അയച്ച മെസ്സേജ് മാത്രമാണ് ഞാൻ പരാതി കൊടുക്കുന്നതിന് ആധാരമായിട്ടുള്ളത്. അതെന്തിനാ നോട്ടീസ് നൽകുന്നത്? ഇപ്പം ഈ സംഘടനയിൽ പറയുന്ന എല്ലാ കാര്യത്തിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ലല്ലോ, എല്ലാം സപ്പോർട്ട് ചെയ്യാറില്ല. നമ്മൾ ഒപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതായത് വെണ്ണല ക്ഷേത്രത്തിന്റെ ഫണ്ട് മേടിക്കേണ്ടെന്ന് അൻസിബ പറഞ്ഞതിലുള്ള പ്രതികാര നടപടിയാണ് തൃപ്പൂണിത്തുറയിലെ പോലീസ് കേസ് എന്ന രീതിയിലേക്ക് അൻസിബ വളച്ചൊടിച്ചു. അതിനെ ആദ്യമേ വളച്ചൊടിച്ച് അമ്മയിലേക്ക് അങ്ങനെയാണ് അൻസിബ പരാതി വരുന്നത്. അമ്മ ഒരു കമ്മീഷനെ വെച്ച് പരിശോധിക്കണമെന്നായിരുന്നു അൻസിബയുടെ ആദ്യത്തെ പരാതി. അതിൽ കാര്യമില്ലാത്ത അടിസ്ഥാനമില്ലാത്തത് കൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞു, അതിനെ എടുത്തില്ല. പിന്നീടാണ് മീഡിയയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്, അമ്മ അവളെ ആ കുട്ടിയെ കേട്ടില്ല, സംസാരിച്ചില്ല എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇതൊരു ഗൂഢാലോചന ആണെങ്കിൽ തന്നെ ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ആരാണെന്ന് പറയാമോ? ആരാണെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ കുക്കു പരമേശ്വരൻ ഒരു CCTV ഓഡിയോ മാലാ പാർവതിക്ക് കൊടുത്തു. അങ്ങനെ ഒരു അംഗങ്ങൾക്ക് ജനറൽ സെക്രട്ടറി കൊടുക്കുന്ന നടപടി ശരിയാണ്? ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് CCTV അല്ല കൊടുത്തിരിക്കുന്നത്, അത് അവരുടെ പേഴ്സണൽ ഫോണിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഓഡിയോ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഒരു പേഴ്സണൽ ഓഡിയോ കൊടുക്കാൻ പാടുണ്ടോ പാടില്ലായിരുന്നു എന്നുള്ളത് അവരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണ്. അതിൽ എനിക്ക് അഭിപ്രായം പറയാനാവില്ല. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അവരെ ഒരു വ്യക്തി എന്ന നിലയിൽ അവർ ചെയ്തതിനെ എതിർക്കാനോ സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് കഴിയില്ല. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് അവരെന്തുകൊണ്ടാണ് ആ സ്ഥാനത്തുനിന്ന് മാറ്റാത്തത്? അല്ലെങ്കിൽ ആരും എന്താണ് അവർക്കെതിരെ സംസാരിക്കാൻ ഭയപ്പെടുന്നതും? എന്താണ് കുക്ക് എന്തുകൊണ്ട് നിലനിൽക്കുന്നത് അവിടെ ഇപ്പോഴും? അതിനെപ്പറ്റി എനിക്കറിയില്ല. ഇനി എന്തായാലും ജനറൽ ബോഡി വരികയല്ലേ, അവർ ഓരോരുത്തരും ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്തതാണെങ്കിലും ഒരു കമ്മിറ്റി അംഗം എന്ന നിലയിൽ എന്നിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സെക്രട്ടറിക്ക് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, പ്രസിഡന്റിന് വീഴ്ചകൾ വന്നിട്ടുണ്ടോ, ഇതൊക്കെ ജനറൽ ബോഡിയിലായിരിക്കും ചർച്ച ചെയ്യപ്പെടുക. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. ഇപ്പൊ അൻസിബ EC മെമ്പർ ആയിരുന്നു. ഇപ്പൊ EC മെമ്പേഴ്സ് ഒരാൾ തന്നെ സ്ഥാനത്ത് മാറിയിരിക്കുന്നത് ജനറൽ ബോഡി വരുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ട്. ഈ വരുന്ന ജനറൽ ബോഡിയിൽ അമ്മയൊരു അഴിച്ചുപണിക്ക് സാധ്യതകളുണ്ടോ? അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ജനറൽ ബോഡിയാണ് ഞങ്ങളുടെ ഓതറൈസ്ഡ് കോടതി എന്ന് പറയുന്നത്. അന്ന് ജനറൽ ബോഡിയിൽ അത്തരം തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇല്ല, വേറെ നിവൃത്തിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യരല്ലേ. ഒരയച്ച ഒരു സാധനം തീർച്ചയായിട്ടും കേസ് ഇല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നോ? എനിക്കത് എന്റെ കുടുംബകാര്യം എനിക്കിവിടെ പറയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. ആദ്യമേ FIR എന്താണ്, DIR എന്താണ്, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡർ എന്താണ്, ഇത്രയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മിനിമം അവയർനെസ് എനിക്ക് പറയാൻ പറ്റില്ല. അവയർനെസ് ആർക്ക് വേണം? അൻസിബയ്ക്ക് വേണം. ആ കുട്ടി വന്നതെന്ന് പറയുന്നതൊക്കെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. ഇതുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലാക്കുന്നുണ്ട്. അത് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ 2 മാസമായിട്ട് അത് പറയാൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ് അതങ്ങനെ പരാതി കൊടുത്തത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അപ്പൊ എല്ലാ കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാണോ നിങ്ങൾ പറഞ്ഞു തീർക്കുന്നത് എന്ന് എന്റെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്.
ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ 2 മിനിറ്റ് പറഞ്ഞു തീർത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുമായിരുന്നില്ല. അത് ഞാൻ പറഞ്ഞ ക്ലിയർ ആയില്ലേ? അല്ല അവരുടെ ഫേസ് ഗൈഡാവുന്ന രീതിയിലാണുള്ളത്. ഈ ഒരു 2 മിനിറ്റിൽ ഒന്ന് ഫോണിൽ പറഞ്ഞാൽ തീരുമായിരുന്ന ഒരു പ്രശ്നത്തിനെ പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടെത്തിച്ചത് അൻസിബ ഹസൻ എന്ന എൻ്റെ സഹപ്രവർത്തകയും സുഹൃത്തും ഞാൻ അനിയത്തിയെ പോലെ മകളെ പോലെയൊക്കെ കൊണ്ടു നടന്ന വ്യക്തി തന്നെയായിരുന്നു. പരാതി കൊടുത്തു. അവർക്ക് വളരെ അനുകൂലമായിട്ട് തന്നെയായിരുന്നു എൻ്റെ സ്റ്റേഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ. അവരുടെ ക്രെഡിബിലിറ്റിയും കൂടി ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പല പരാമർശങ്ങളും അതിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ ഒരുപാട് അവഹേളിക്കുന്ന വിധത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു, കണ്ടു. ഒരുപാട് യൂട്യൂബ് ചാനൽസ് നമ്മളെ അക്ഷരാർത്ഥത്തിൽ വിറ്റ് തിന്നുക എന്ന് പറയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഞാൻ പരാതി കൊടുക്കുമ്പോൾ, ഞാൻ കോടതിയെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം അടിസ്ഥാനമില്ലാത്ത തലക്കെട്ടുകൾ നൽകി നമ്മളെപ്പറ്റി വാർത്ത നൽകിയിരിക്കുന്ന യൂട്യൂബേഴ്സ് ഒരുപാട് കെട്ടിച്ചമച്ച വാർത്തകൾ കണ്ട് യൂട്യൂബ് തുറക്കാൻ തന്നെ ഭയമായി പോകുന്ന രീതിയിൽ ആയിട്ടുണ്ടായിരുന്നു. അവർക്കും എതിരെ പരാതി കൊടുക്കുന്നുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ എന്നെക്കുറിച്ചിട്ടുള്ള ഈ വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വീഡിയോസും നീക്കം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഞാൻ പരാതി കൊടുക്കുക. താങ്ക് യു. എന്തോ? ഞാൻ വളർത്തിയിട്ടില്ല, സോറി.